ജീവ ജോസഫും അപർണ തോമസും ഏറെ ആരാധകരുള്ള താരജോഡികളാണ്. അവതാരകനായി എത്തി മോഡൽ, ബ്ലോഗർ, നടൻ തുടങ്ങിയ നിലകളിൽ സജീവമാണ് ഇന്ന് ജീവ ജോസഫ്. അപർണയുടെ കരിയറും ചെറിയ ടി വി പ്രോഗ്രാമുകളൊക്കെ ആരംഭിച്ചതാണ്. ഇന്ന് 10 ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സുള്ള ബ്യൂട്ടി, ഫാഷൻ ബ്ലോഗറും മോഡലുമാണ് അപർണ. കുറച്ചു കാലം ക്യാബിൻ ക്രൂവായും അപർണ ജോലി ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ഈ ജോലി ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഇരുവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ഒരുമിച്ച് വാങ്ങിയ ഏറ്റവും പുതിയ ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിന്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കിടുന്നത്. ഫ്ലാറ്റിന്റെ ഇന്റീരിയറെല്ലാം അതിമനോഹരമാണെന്ന് ഇരുവരും ചെയ്തിരിക്കുന്നത്. ലക്ഷറി ഫീൽ നൽകുന്നതാണ് ഓരോ മുക്കും മൂലയും. ഫ്ലാറ്റിന് ഇന്റീരിയർ ചെയ്ത ടീമിന്റെ പ്രതിനിധിയും ഇവർക്കൊപ്പം വീഡിയോയിൽ ഉടനീളം ഉണ്ടായിരുന്നു. 3 ലക്ഷത്തിന്റെ അടുത്ത് വ്യൂസ് കൊണ്ട് 2 ദിവസം കൊണ്ട് ആ വീഡിയോ നേടി. അതേസമയം ഇരുവരുടെയും പുതിയ വീഡിയോ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ്. ജീവിക്കും അപർണയ്ക്കും ഇടയിൽ പഴയൊരു കെമിസ്ട്രി കാണുന്നില്ലെന്നും എന്തൊക്കെയോ എവിടൊക്കെയോ മിസ്സിംഗ് ആയി തോന്നുന്നു എന്നുണ്ടും കമന്റുകൾ. റെഡിറ്റ് യൂസേഴ്സിന്റെ ഇടയിലും ഇരുവരുടെയും ഹോം ടൂറിന്റെ വീഡിയോകൾ ചർച്ചയായി മാറി. ഇരുവരും വേർപിരിഞ്ഞോ എന്ന സംശയമാണ് ആരാധകർക്ക്. അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം ആരാധകർ കമന്റിൽ കുറിച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലെന്നും രണ്ടുപേരും സോളോ ട്രിപ്പുകളാണ് ഏറെയും നടത്താറുള്ളതെന്നും അകൽച്ചയുള്ളതായി തോന്നുന്നു എന്നും ചിലർ കുറിക്കുന്നു. ഇവർക്കിടയിൽ എന്തോ ഒന്ന് ശരിയായില്ലെന്ന ഫീലിങ്സ് ഉണ്ട്. ഹോം ടൂർ വീഡിയോ പോലും ഇന്റീരിയർ ചെയ്ത ടീമിന്റെ നിർബന്ധം മൂലം ഒരുമിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. മുമ്പുണ്ടായിരുന്ന ആ വൈബ് ഇപ്പോൾ ജീവിക്കും അപർണയ്ക്കും ഇടയിലില്ല. തമ്മിലൊരു ഇന്ററാക്ഷൻ പോലും ഇല്ല. അവർ ഇന്റീരിയർ ഡിസൈനോട് മാത്രമാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഈ വീഡിയോ ഏകദേശം 3 മാസം മുമ്പ് ചിത്രീകരിച്ചതാണ്. പരസ്പരം മുഖം കൊടുക്കുന്നില്ലെന്ന് ഇരുവരും. ജീവയ്ക്ക് കാര്യമായി കൂളാക്കാൻ, കൈകാര്യം ചെയ്യാനും മറച്ചു പിടിക്കാനും അറിയാം. പക്ഷേ കാര്യങ്ങൾ ഒന്നും പഴയതുപോലെ അല്ലെന്ന് അപർണയുടെ മുഖത്ത് വ്യക്തമാണ്. ഐഡിയൽ കപ്പിൾ ഇവരെ പോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഇവരുടെ അകൽച്ച കാണുമ്പോൾ വിഷമം തോന്നുന്നു. പ്രളയദിനത്തിൽ പോലും ഒരുമിച്ചുള്ള ഒരു പോസ്റ്റ് കണ്ടില്ല. മാത്രമല്ല ഒരുമിച്ച് യാത്രകളില്ല. ഏറെയും സോളോ ട്രിപ്പുകൾ നടത്തുന്ന എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ. ദാമ്പത്യത്തിന്റെ 11-ാം വർഷത്തിലാണ് ഇരുവരും.